ഗോപികൃഷ്ണൻ, യഥാർത്ഥത്തിൽ ഇത്തരം മൂവ്മെൻറ്റുകൾ നേപ്പാൾ പോലെയുള്ള രാജ്യങ്ങളിലൊക്കെ വലിയ മാറ്റത്തിന് വഴിമരുന്നായിട്ടുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഒരു നാലാമത്തെ ശക്തിയായിട്ട് ലോകത്ത് ഉണ്ട് ഇന്ത്യ. അപ്പോൾ ചിലപ്പോൾ വിദേശ നാടുകളിൽ നിന്നൊക്കെ ഇന്ത്യയുടെ വളർച്ച താല്പര്യമില്ലാത്തവരൊക്കെ ഇതിൽ കടന്നുകൂടിയെന്ന് വരാം പിൽക്കാലത്ത്. അപ്പോൾ അതൊക്കെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നുണ്ടാകും. എന്നാലും ഇത്തരൊരു മൂവ്മെൻറ്റ് നിരോധിച്ചത് കൊണ്ട് ഇതിനെ തളയ്ക്കാൻ പറ്റുമോ? ഈ CJP എന്ന് പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടിയെ ഭയക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സമീപകാല അനുഭവങ്ങളും ചരിത്രവും നോക്കിക്കഴിഞ്ഞാൽ ഭയക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിന് ഒരു ഉദാഹരണം ഇറ്റലിയാണ്. ഇറ്റലിയിലെ ഈ പാർട്ടിയുമായി വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രസ്ഥാനം ഉണ്ടായിട്ടുണ്ട്. ആ പ്രസ്ഥാനം 5 സ്റ്റാർ മൂവ്മെന്റ് M53 എന്നാണ്, M5S എന്നാണ് ആ പ്രസ്ഥാനം. അത് തുടങ്ങിയത് ബെപ്പെ ഗ്രില്ലോ എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ. അദ്ദേഹം വളരെ പ്രശസ്തനായിരുന്നു, അദ്ദേഹം ഒരു ബ്ലോഗറായിരുന്നു. ഇവർ ചേർന്നിട്ട് ഇവരൊരു പരമ്പരാഗത രാഷ്ട്രീയക്കാരെയൊക്കെ പരിഹസിച്ചുകൊണ്ട് ഒരു സംവിധാനം അവർ രൂപപ്പെടുത്തുക. അതാണ് 5 സ്റ്റാർ മൂവ്മെന്റ് M5S എന്ന് പറയുന്ന സംവിധാനം. 2007 അവർ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ കോമാളി വേഷങ്ങൾ കിട്ടി മീമുകൾ അവതരിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ നയങ്ങൾക്കും പരിപാടികൾക്കും സർക്കാരിന്റെ തെറ്റായ ഇടപെടലുകൾക്കുമെതിരെ എല്ലാ ഇടങ്ങളിലും വ്യാപകമായി പ്രചരണം നടത്തുകയും വലിയ മീമുകളൊക്കെ അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്തു. ഈ സംവിധാനത്തിന് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ 2009 ഇതൊരു ഔദ്യോഗിക പാർട്ടിയായി മാറി. ഇനിയാണ് അതിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതായത് അതിനുശേഷം 2018 ഇറ്റലിയിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി ഈ 5 സ്റ്റാർ മൂവ്മെന്റ് M5S മാറുകയും അവർ ഭരണത്തിൽ പങ്കാളികളാവുകയും ചെയ്തു. ഇതുപോലെ രാഷ്ട്രീയക്കാരെയും രാഷ്ട്രീയ സംവിധാനത്തിനെയും ഭരണ സംവിധാനത്തിലെയും പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുകയും അത് പൊതുജനങ്ങൾ മധ്യത്തിൽ ആക്ഷേപഹാസ്യത്തോടുകൂടി അവതരിപ്പിക്കുകയും ചെയ്ത സംവിധാനമാണ് ഈ 5 സ്റ്റാർ മൂവ്മെന്റ് M5S എന്ന് പറയുന്നത്. അതിനോട് ഏറെ ചേർന്ന് നിൽക്കുന്നതും അത് ഒരുപാട് സമാനതകളുള്ളതും അതുമായി ഉപമിക്കാവുന്നതുമായ ഒരു സംവിധാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നാണ് ഞാൻ അന്വേഷിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പക്ഷേ താങ്കൾ പറഞ്ഞതുപോലെ ഇന്ത്യ പോലെ ഇത്ര വിശാലമായ ഒരു രാജ്യത്ത് ഇതെല്ലാം വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കാനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായും ഒക്കെ മാറാൻ ഇവർക്ക് കഴിയുമോ എന്നറിയില്ല. പക്ഷേ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഇവർക്ക് ലഭിച്ചിട്ടുള്ള പിന്തുണ, അവർ നേടിയിട്ടുള്ള വളർച്ച, ഇപ്പോൾ അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രിയോ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പ്രക്ഷോഭത്തിലേക്ക് കടക്കുന്നത്. ഈ സംവിധാനത്തിന് ഈ ഡിജിറ്റൽ കൂട്ടായ്മയുടെ ഏറ്റവും വലിയ പ്രാധാന്യം എന്താണെന്ന് പറഞ്ഞാൽ ഒരൊറ്റ ആഹ്വാനത്തിലൂടെ തെരുവിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാൻ അവർക്ക് കഴിയുമെന്നതാണ്. സ്വാഭാവികമായും കേന്ദ്ര സർക്കാരും കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന BJP ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.